ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. കുറേ നാളായി പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട്. എന്നാൽ പിന്നെ ഇന്ന് പുറത്ത് പോയി കഴിക്കാമല്ലോ എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒരുങ്ങി റെഡിയായി. നമ്മൾ വന്നത് മാമ്പഴം റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. നിങ്ങൾക്കറിയാവോ മാവേലിക്കരയിലുള്ള മാമ്പഴം റെസ്റ്റോറൻറ്റ്? നമ്മളുടെ ബുദ്ധ ജംഗ്ഷൻ്റെ അവിടുന്ന് നമ്മൾ കായംകുളത്തിന് പോകുന്ന റൂട്ടുണ്ട്. അവിടുന്ന് അപ്പോൾ ജസ്റ്റ് ഒരു 200 മീറ്റർ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മാമ്പഴം ഫാമിലി ഡൈനിങ് റെസ്റ്റോറൻറ്റ്. സാമാന്യം കുഴപ്പമില്ലാത്ത മെനു ഒക്കെയാണ് ഇവിടെ കേട്ടോ. സാമാന്യം കുഴപ്പമില്ലാത്ത മെനു എന്നല്ല, നല്ല ഒത്തിരി മെനു ഉണ്ട് കേട്ടോ. ഒരേ സമയം ഒത്തിരി നമുക്ക് വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഇവിടെ കിട്ടി. ഇതെല്ലാം ഒന്നും വായിക്കാനൊന്നുള്ള സമയമൊന്നും എനിക്കില്ല. നിങ്ങൾ ഒരു വട്ടം ഇവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് വീണ്ടും വരും. എന്താ കാര്യമെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ലൊരു അപ്പിയറൻസാണ്. ഇവരൊക്കെ ഇവിടെയുള്ള സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ഇവിടെ കൂടുതലും പാഴ്സലാണ് കേട്ടോ. നമ്മൾ ഇരുന്നപ്പോൾ തന്നെ ഇരുന്ന് കഴിക്കാൻ ആൾ കുറവാണ്, പക്ഷേ പാഴ്സലാണ്. നമ്മൾ പാൽക്കപ്പയും പൊറോട്ടയും ബീഫ് റോസ്റ്റും ഒരു ക്വാർട്ടർ മന്തിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. കുറേ നാളായി ഞാൻ പാൽക്കപ്പ കഴിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാൽക്കപ്പ ഓർഡർ ചെയ്തത്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. നമ്മൾ 4 പേർക്ക് കൂടി ഇത്രയാണ് ഓർഡർ ചെയ്തത്. കാരണം മീനാക്ഷിക്ക് മന്തി വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് പാൽക്കപ്പ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് സാധാരണ നമ്മൾ മേടിക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെയാണ് മേടിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മളിത് വെറൈറ്റി ആയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെടാഞ്ഞെന്ന് വെച്ചാൽ, നമുക്ക് ഈ പാൽക്കപ്പ കഴിക്കാൻ പറ്റിയ ഒരു പ്ലേറ്റ് അല്ല നമുക്ക് തന്നത്. നമുക്കിങ്ങനെ കോരിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാം ഫിനിഷാക്കി. ഞങ്ങളെല്ലാം കഴിച്ചു. ഇച്ചിരി മന്തി റൈസ് എക്സ്ട്രാ വന്നതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മാവേലിക്കരയിലുള്ളവരാണെങ്കിൽ മാമ്പഴം റെസ്റ്റോറൻറ്റ് നിങ്ങൾ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ.